ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചെയ്യുന്നത് സുസുക്കി ഗിക്സറിൻ്റെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് ശരിയാക്കി എടുക്കാം, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നാണ് ഇന്നത്തെ ഒരു ടോപ്പിക്ക്. അതുപോലെ തന്നെ നീറ്റായിട്ട് വണ്ടി എങ്ങനെ നമുക്ക് സർവീസ് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ അതിൻ്റെ ചെയിൻ എങ്ങനെ ക്ലീൻ ചെയ്യാം, കുറേ ടോപ്പിക്ക് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. കുറച്ച് ടൂൾസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ കാണുന്ന ഒരു സെൻസറാണത്. അത് അലൻ കീ വെച്ചിട്ടാണ്, പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയൽ വരുന്നത്. അതിൻ്റെ ഒരു കവറും ചെയിൻ പോക്കറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഒരു കവറാണ്. അത് നമ്മളിവിടെ 8ൻ്റെ ബോക്സ് സ്പാനർ വെച്ചിട്ടാണ് നമ്മളത് റിമൂവ് ചെയ്തെടുക്കുന്നത്. ബോക്സ് സ്പാനറാണ് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ടീ സ്പാനർ എന്നൊക്കെ പറയും. അപ്പോൾ 8 നമ്പറിൻ്റെ അത് വാങ്ങിക്കുക, അതല്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനുണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്ന സമയത്ത് കറക്റ്റ് അതിൻ്റെ ആ ഒരു റീഡിങ് എത്ര സ്പീഡിലാണ് വണ്ടി റൺ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മുകളിലുള്ള ആ ഒരു സ്ക്രൂവും അതുപോലെ തന്നെ താഴെ വരുന്ന ആ ഒരു സ്ക്രൂവും നമ്മൾ ഇടത്തോട്ട് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഇഷ്യൂ വരുന്നത് ചെയിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടും ആവാം. അതുപോലെ തന്നെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ചളിയൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാത്തൊരു ഇഷ്യൂസും ഉണ്ടാവാം. അതുപോലെ തന്നെ വെള്ളം കയറി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിത് അഴിച്ചു മാറ്റി കഴിഞ്ഞു. അതിൽ നിന്നും നമ്മൾ ആ ഒരു സെൻസർ വരുന്ന ഒരു വയർ നമ്മൾ അഴിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ സെൻസറിൻ്റെ ആ ഒരു അല്ലെങ്കിൽ വെച്ചിട്ടുള്ള ആ ഒരു സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഇതാണ് ആ സെൻസർ വരുന്നത്. ഓട്ടോമാറ്റിക് സെൻസായിട്ട് നമ്മുടെ ചെയിൻ പോക്കറ്റ് എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നു അതിന് കണക്കായിട്ട് നമ്മൾ സ്പീഡോമീറ്ററിൽ വണ്ടിയുടെ സ്പീഡ് കാണിക്കും. അതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രോസസ്സ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം, നന്നായിട്ട് ചളി അതുപോലെ തന്നെ ഓയിൽ കാര്യങ്ങളൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടും നമ്മുടെ ആ സെൻസർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷനിൽ എത്തിയേക്കാം. നോർമല് നമ്മുടെ വെഹിക്കിളിൽ ഉണ്ടാകുന്നത് മെറ്റാലിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അത് നമ്മുടെ സ്പീഡോമീറ്റർ കേബിളിൻ്റെ അത് ഡയറക്റ്റ് മെറ്റൽ രണ്ട് വശങ്ങളും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ മീറ്റർ വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ പുതിയ ടെക്നോളജിയാണ് സുസുക്കി അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി വാട്ടർ സർവീസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇത് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബാക്കിലെ ചെയിൻ്റെ ആ ഒരു അവസ്ഥ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും ചെയിന് പറ്റുകയാണെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി വൺസ് മിനിമം എന്ന രീതിയിൽ എല്ലാവരും ക്ലീൻ ചെയ്യുക. ചെയിൻ്റെ ലൈഫ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് നോയ്സ് കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നോർമൽ ഡീസൽ വാങ്ങിക്കുക. 1 ലിറ്റർ ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ ഡീസൽ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യുക. വണ്ടി സർവീസ് ചെയ്യുമ്പം ഓയിലായിട്ടുള്ള എല്ലാ പാർട്ടിലും ഡീസൽ നല്ല എഫക്റ്റഡായിട്ട് പ്രവർത്തിക്കും. ചളിയൊക്കെ പെട്ടെന്ന് ഇളകി വരാനുള്ള ഒരു കാര്യം കൂടി ഈ ഡീസൽ കൊണ്ടുണ്ട്. അപ്പോൾ ഈ ചെയിന് നമ്മൾ ശ്രദ്ധിച്ചില്ലായില്ലെങ്കിൽ നമ്മുടെ ആ ചെയിൻ്റെ ഓരോ ജോയിൻസിലും റബ്ബറിൻ്റെ ചെറിയ ചെറിയ ബുഷസ് വരുന്നുണ്ട്. അത് തേയ്മാനം സംഭവിക്കും. അതുപോലെ തന്നെ കൊറോട്ടഡ് ആയിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ തീരെ ഓയിൽ കൊടുക്കുന്നില്ല, ചളി വെള്ളത്തിലൊക്കെ മഴയിലൊക്കെ ഇങ്ങനെ പോവുകയാണെന്നുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ചെയിൻ അത് തുരുമ്പിക്കാനുള്ള ഒരു കാരണം കൂടി ഉണ്ടായേക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, അത് വേറെ ഒരു ചെയ്യാത്തൊരു പാട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പ് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ജോയിൻസും ബെൻഡായിട്ട് വരുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ എനിവേ ഇതിപ്പോൾ മാറ്റുകയാണ് ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ. അതല്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വല്ല കണ്ടീഷൻസിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാതെ തന്നെ അതന്നെ അത്യാവശ്യം നമുക്കത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് ശേഷം നമ്മൾ ലൂബ് ചെയ്യുന്നൊരു വീഡിയോ കൂടിയുണ്ട്, അതും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കുക. ഏത് വണ്ടിയുടെ ചെയിൻ ആയിക്കഴിഞ്ഞാലും ചെയിൻ പോക്കറ്റ് പെട്ടെന്ന് ചിലപ്പം പൊട്ടിപ്പോകാനുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് റഫ് യൂസ് ചെയ്യുമ്പോഴാണ്. പെട്ടെന്ന് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക എന്നീ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെ ചെയിന് പെട്ടെന്ന്
ഡാമേജ് ആവുക, അത് സ്പോക്കറ്റും അതുപോലെ തന്നെ ഡാമേജ് ആവുക. അപ്പോൾ ചെയിൻ ഇതുപോലെ തന്നെ ഡാമേജ് ആവാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ആണ്. ക്ലീനിങ് ഇല്ലാത്ത ചെയിൻസിലൊക്കെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ബുഷസും ജാമായിട്ട് കറക്റ്റ് റൊട്ടേഷൻ വരാത്ത രീതിയിൽ നോയ്സൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഡീസൽ വാങ്ങി വെക്കുക എന്നുള്ളൊരു കാര്യം. ഡീസൽ നമ്മൾ വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. എൻ്റെ കയ്യിലൊരു കാർ വാഷറുണ്ട്, കാർ പ്രഷറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലീനിങ് അധികം എഫേർട്ട് ഇല്ലാത്ത രീതിയിൽ ചെയ്യാം. കാർ വാഷറിൻ്റെ പോയിൻ്റ് മോഡൽ വെച്ചിട്ട്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന നല്ല ഫോഴ്സിൽ വരുന്ന ആ ഒരു മോഡൽ വെച്ചിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത് എവിടെയും നമ്മൾ കൈകൊണ്ട് സ്പർശിക്കരുത്, ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ വെച്ചിട്ടാണ് ഡയറക്റ്റ് അതിൻ്റെ ഫോഴ്സ് കൊണ്ട് അതിലുണ്ടാകുന്ന ചെളിയും തുരുമ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ഡീസൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ക്ലീനിങ് പ്രോസസ്സാണ്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഗിയറിൽ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് വാട്ടർ ആ ഒരു ഏരിയയിൽ, ചെയിൻ്റെ ഉള്ളിലും പുറത്തും വരുന്ന ഏരിയയിൽ നന്നായിട്ടൊന്ന് പ്രഷർ കൊടുത്താൽ മാത്രം മതി, അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ആവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും സൂക്ഷിക്കുക. അപ്പോൾ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കുറയും. ഈ തേയ്മാനം, തുരുമ്പ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ വരാനുള്ള ഒരു മെയിൻ കാര്യങ്ങളൊക്കെ ക്ലീനിങ് പ്രോപ്പറായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു വണ്ടിയുടെ ഏതൊരു ഏരിയയിലായി കഴിഞ്ഞാലും പെട്ടെന്ന് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ തുരുമ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തറിയാൻ വേണ്ടി പറ്റും. അതല്ല ഈ എല്ലാ തുരുമ്പ് പിടിച്ച അല്ലെങ്കിൽ ചളി മൂടിയ ഒരു ഏരിയയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡീസൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സ്പ്രേ ബോട്ടിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നമ്മൾ ജസ്റ്റ് നോക്കുക, ഒരിക്കൽ ക്ലീൻ ചെയ്യുക, അതിനുശേഷം വീണ്ടും ഒന്ന് നോക്കുക, എവിടെയെങ്കിലും ഓയിലും ബാക്കിയുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കുക. അതിനുശേഷം ഒന്നുകൂടി ക്ലീൻ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നോർമലായിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യാം. കാർ വൈറ്റ് ഷാമ്പൂ ഇപ്പോൾ എല്ലാ കടകളിലും അവൈലബിൾ ആണ്. അപ്പോൾ നല്ലൊരു എഫക്റ്റ് തന്നെ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാട്ടർ പ്രഷറിൻ്റെ അകത്ത് നോർമൽ ഷാമ്പൂ അതുകൂടാതെ തന്നെ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലീനിങ് ചെയ്യുന്നത്. ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ്, ആ ചെയിൻ ഒന്ന് ഫോക്കസ് ചെയ്യുക. ചെയിനാണ് ഏറ്റവും ഡേർട്ടായിട്ടുള്ള ഒരു ഭാഗം. അതുപോലെ തന്നെ അത്യാവശ്യം മെറ്റാലിക് ആയിട്ടുള്ള പാർട്ടിൽ നമുക്ക് ഓവറല്ലാത്ത നോർമൽ രീതിയിൽ നമുക്ക് ഡീസൽ യൂസ് ചെയ്യാം. ഡീസൽ നല്ലൊരു കെമിക്കലാണ്. ഓയിലി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് അത് ചളികളും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ്, ഫ്രണ്ട് സ്പോക്കറ്റിൻ്റെ ഫ്രണ്ട് ആ കവറ്, അതായത് സെൻസർ വരുന്ന ആ ഒരു വശം നന്നായിട്ട് ഡേർട്ടി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാട്ടർ പ്രഷർ ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വാട്ടർ പ്രഷർ ഇല്ലെങ്കിൽ കൈകൊണ്ടും കുറച്ച് എഫേർട്ട് എടുത്തിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ആ സെൻസർ വർക്ക് ചെയ്യാത്ത മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ, ആ സെൻസറിൻ്റെ പുറത്ത് ഇതുപോലെ തന്നെ കറയാ തുരുമ്പ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഓയിലി ആയിട്ടുള്ള ഒരു ഇതൊക്കെ ആണെങ്കിൽ സെൻസർ കറക്റ്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ക്ലീനിങ് പ്രോസസ്സിന് ശേഷം നമ്മളെ വണ്ടി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ആ സെൻസറിൻ്റെ വയർ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പൊതുവെയുള്ള വണ്ടികളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് സെൻസറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് സൈഡിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും മീറ്റർ കേബിൾ കാണാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്. അതുപോലെ തന്നെ ഇത് ഫിക്സ് ചെയ്യുന്ന രീതി, അതിൻ്റെ ഉള്ളിലോട്ട് ആ ഒരു ക്ലിപ്പൊക്കെ വരുന്നുണ്ട്, അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇടുക. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അലൻ കീ വെച്ചിട്ട്, ചെറിയ അലൻ കീ നമുക്ക് സെറ്റ് വാങ്ങിക്കാൻ പറ്റും.
ചെറിയ നോർമൽ റേറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ആണ് മെറ്റീരിയൽ, ഡാമേജ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ 8ൻ്റെ ബോക്സ് സ്പാനർ വെച്ചിട്ട് അല്ലെങ്കിൽ ടീ സ്പാനർ വെച്ചിട്ട് ആ മുകളിലുള്ളയും താഴെയുള്ളയും നമ്മൾ നേരത്തെ അഴിച്ചു മാറ്റിയ അതേ സ്ക്രൂസ് ഒന്നുകൂടി റീഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മെറ്റലാണെങ്കിൽ കുറച്ച് വെയിറ്റും അതുപോലെ തന്നെ സ്ട്രോങ് ഒക്കെ ഉണ്ടാവാം. ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഓവർ ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ പൂർണ്ണമായിട്ടും അത് ക്ലീൻ ആയി എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മന്ത്ലി എങ്കിലും നമ്മളിത് ചെയിൻ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഒരു ടെമ്പററി എന്നുള്ള ഒരു നിലക്ക് നമ്മളെന്തായാലും മാറ്റണം. അതുവരെ ഒന്ന് ഓടണം എന്നുള്ള ഒരു കണ്ടീഷന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ഫസ്റ്റ് ഗിയറിലിടുക. കൈ വളരെയധികം ശ്രദ്ധിക്കണം, ഡേഞ്ചറാണ്. അതിൻ്റെ ഇടയിൽ കുടുങ്ങി പോകാൻ പാടില്ല. കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് സേഫായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ ചെയിൻ ലൂപ്പ് വേണ്ടിയെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അണേബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസും ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.